ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇത് ബ്രദറാണ് കേട്ടോ. ബ്രദർ ദുബായിൽ നിന്ന് വന്നിരിക്കുകയാണ്. ദുബായിൽ നിന്നല്ല, ഖത്തറിൽ നിന്നാണ് നിൽക്കണത് കേട്ടോ. ഖത്തറിൽ നിന്ന് വന്നിട്ട് തലേദിവസം എത്തിക്കണു. ആൾ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പെട്ടി പൊട്ടിക്കണമെങ്കിൽ ഞാനും അനിയത്തിയും വരണം എന്ന് പറഞ്ഞിട്ട് പെട്ടി പൊട്ടിക്കുള്ളൂ പറഞ്ഞിട്ടും അങ്ങനെ ഞങ്ങളെത്തി. എല്ലാവരും എത്തിയിട്ടും ഈ പെട്ടി പൊട്ടിക്കൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം ചിരിക്കണുണ്ട്, സിലിമോൻ ചിരിക്കണുണ്ട്, പോയി ചിരിക്കണുണ്ട്, ഷാനുമാനും എല്ലാവരും ചിരിക്കണുണ്ട്. സംഭവം എന്തൊക്കെ കോമഡി അറിയണേ. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം പിന്നെ ഓരോരുത്തരെ പേര് വിളിക്കുമ്പോൾ ഹാജർ എന്ന് പറയണം എന്നൊക്കെ പറയണതേ. ഹാജർ എന്ന് പറയണവർക്കേ അവന് കൊടുക്കുള്ളൂ ഓരോ സാധനങ്ങളൊക്കെ. അപ്പം കാര്യമായിട്ട് ഇപ്പം കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ടോയ്സാണ് കേട്ടോ. കുട്ടികൾക്ക് ടോയ്സ്, അത് ഓരോരുത്തർക്ക് ഓരോരോ വിധത്തിലുള്ള ടോയ്സൊക്കെയാണ്. എന്തായാലും കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു. മീനു ആകെ തളർന്നിട്ട് അതുകൊണ്ട് സ്റ്റെപ്പുമ്പോൾ നിൽക്കണത്. മീനു എന്താണെന്നറിയില്ല, ആകെ തളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനു ആവശ്യപ്പെട്ടത് അതിലില്ലേന്നറിയാത്തത് കൊണ്ടാണോ എന്ന് അതും അറിയില്ല. എന്തായാലും ശരി, സ്റ്റെപ്പിൻ്റെ ആ കോണിയിൽ കയ്യൊക്കെ വെച്ച് കിടക്കുകയായിരുന്നു. അല്ലുക്കിളി, അഞ്ചു, അച്ചു, ഇച്ചു, മിച്ചു, ഇവർക്കാണ് ശരിക്കും കാര്യമായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവൻ ഗൾഫിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ, കംപ്ലീറ്റും കൊണ്ടുവന്നിട്ടുണ്ടാവും, പക്ഷേ കുട്ടികൾക്കാണെന്ന് മാത്രം. അതിലിതാ ഫൗസി പിന്നെ സാമർത്ഥ്യം കാട്ടിയിരിക്കുന്നുണ്ട്. അതിൽ 2-3 കമ്പിളി പുതപ്പൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ബേബിയും കുഞ്ഞാറ്റിയും ആകാംക്ഷയോടെ ഓരോന്നും ഇവനിങ്ങനെ പെറുക്കി വെക്കണതൊക്കെ നോക്കുന്നുണ്ട്. ഓരോന്ന് എടുത്ത് വെക്കണതൊക്കെ. എന്തായാലും ശരി, എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്നു. ആർക്കും പരാതി ഇല്ലാത്ത വിധം കൈകാര്യം ചെയ്യാൻ നല്ലൊരു കഴിവാണ് കേട്ടോ ഞങ്ങളുടെ ഇല്യാസിന്. ആളിപ്പോൾ ഖത്തറിലെത്തിയിട്ടുണ്ട്. ഇത് ഒന്ന് വന്നപ്പോഴുള്ള വീഡിയോ ആണ്, പക്ഷേ അപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഇത് ചെയ്യണത്. പിന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി എന്ന് പറയണ പോലെ ഞാൻ പറഞ്ഞില്ലേ, ആ കമ്പിളി അതുമ്മക്കാണ് എൻ്റെ ഫൗസിയുടെ കണ്ണുണ്ടായിരുന്നേ. പക്ഷേ ഇല്യാസ് അത് മാറ്റി വെച്ചു. എങ്കിലും ഫൗസി അത് അടിച്ച് മാറ്റി, അത് വേറെ കാര്യം. എന്നാലും പിന്നെ ഓരോരുത്തർക്ക് ഇതാ ഉണ്ടോ നിസ്കാര കുപ്പായം. പിന്നെ മൂന്ന് എന്താ പറയുക, മുസാഫ് എടുത്ത് ഓതാനുള്ളൊരു മേശ പോലത്തെ ഒരു സംഭവം. ഇരുന്നിട്ട് ഇങ്ങനെ മുസാഫ് അതുമ്മേൽ വെച്ചിട്ട് ഓതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കുമുള്ളൊരു പലകയ്ക്ക്. പിന്നെ എന്താ പറയുക, കുട്ടികളൊക്കെ കിട്ടിയ സാധനമൊക്കെ എങ്ങനെയൊക്കെ നോക്കുകയാണ്. പിന്നെ അവനാൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. എല്ലാം ലൈറ്റ് കത്തണേ. കുട്ടികളെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റും വെച്ചാൽ അങ്ങനെയൊക്കെ അറിയും ഞങ്ങളുടെ ഇല്യാസിന്. ഞാൻ പറഞ്ഞില്ല, ആ ഫൗസിയ കമ്പിളി എടുക്കുന്നപ്പോൾ എങ്ങനെയുണ്ട്, അതോള് കൈക്കലാക്കി. ഞാൻ പിന്നെ എനിക്ക് തന്നത് വാങ്ങാന്നല്ലാണ്ട് ഞാനൊന്നും ആവശ്യപ്പെടില്ല. ഫൗസി അങ്ങനെ തന്നെ കേട്ടോ, ഒന്നും ആവശ്യപ്പെടുന്നില്ല പാവം. ഞാൻ അങ്ങനെ കോമഡി പറഞ്ഞെന്ന് മാത്രം. ഇത് കേൾക്കുമ്പോൾ ഓളുടെ കുട്ടികളിനെ എന്താ നീ തല്ലിക്കൊല്ലുമെന്നറിയില്ല. നിർബന്ധിച്ചാൽ മാത്രമേ കുട്ടികൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങുള്ളൂ. പിന്നെ എന്താ, അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ സി യു. എല്ലാവരും എൻജോയ് ചെയ്തു. ടാറ്റ ബൈ ബൈ സി യു എന്ന് പറയുന്നതിന് മുന്നേ വീണ്ടും അതാ ഓരോരോ സാധനങ്ങൾ കൊടുക്കണം. ഇതൊക്കെ കൂടെ എവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, മോനെ മുസാഫ് എടുത്ത് ഓതാനുള്ള ഒരു മേശ എന്ന് ഇരുന്നിട്ട് അതാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, മക്ക മദീനയുടെ ഫോട്ടോ ഒക്കെ ഉള്ളൊരു കണ്ടില്ലേ, സ്റ്റിക്കുമ്മ ഇങ്ങനെ ഇത് അതിന് വെക്കണുണ്ട് പാവം. എന്തായാലും ശരി, മോൻ ഇനി അതിൽ വെച്ചിട്ട് ഖുറാന് ഓതാം അങ്ങനെ. പിന്നെ ഈത്തപ്പഴം, ബദാം, പിസ്ത, സോപ്പ്, സ്പ്രേ, പൗഡർ, ഇതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവന്ന് അത് ഒക്കെ ഓരോന്ന് വെച്ചു. പിന്നെ ഇതുണ്ട് ഒരു മസാജറാണ് കേട്ടോ. കയ്യിൽ വെച്ചാൽ പെട്ടെന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊക്കെ ഞെട്ടിട്ടോ, പെട്ടെന്ന് വന്ന് മുതുകിനൊക്കെ വെച്ച് തന്നപ്പോഴേ പിന്നെ ചിരി നിൽക്കണില്ല. എല്ലാവരും ഇത് വെക്കുമ്പോഴുള്ള ഞെട്ടലുകൊണ്ട് സെലിമോനിക്ക് ചിരി നിൽക്കണില്ല. കാരണം ഇപ്പൊക്കെ ഷോക്ക് അടിച്ചിക്കണി, ഇപ്പൊക്കെ ഷോക്ക് അടിച്ചിക്കണി. മണി പിന്നെ കൂളായിട്ടാണ് ഇത് വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രേ ഉള്ളൂ പറഞ്ഞിട്ട്. എന്തായാലും ശരി, ഞാൻ സത്യത്തിൽ പേടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ശരിക്കും ടാറ്റ ബൈ ബൈ സി യു.